ജപ്പാനീസ് ജർമ്മൻ ഭാഷ പഠിച്ചാൽ സ്വപ്നതുല്യമായ ജോലി വാഗ്ദാനം ചെയ്ത് ജപ്പാനീസ് സംഘം വമ്പൻ ഓഫറുകളുമായി കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ആരംഭിച്ച ലാംഗ്വേജ് അക്കാദമിയിലാണ് ജപ്പാൻ പ്രതിനിധി സംഘം എത്തിയത്. അക്കാദമിയുടെ കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് എത്തിയ സംഘം കണ്ണൂരിൽ മാധ്യമങ്ങളെയും കണ്ടു. ജപ്പാനീസ് ഭാഷ പഠിച്ചാൽ അവസരങ്ങൾ നിരവധിയെന്ന് കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സ് ലാംഗ്വേജ് അക്കാദമിയിൽ എത്തിയ ജപ്പാൻ പ്രതിനിധി സംഘം വ്യക്തമാക്കി. ജപ്പാനിലെ പഠന തൊഴിൽ സാധ്യതകൾ വിവരിക്കുന്ന ജപ്പാൻ കരിയർ സെമിനാറിൽ പങ്കെടുക്കാനാണ് പ്രതിനിധി സംഘം കണ്ണൂരിൽ എത്തിയത്. വലിയ സാധ്യതകളാണ് നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നതെന്ന് കോളേജ് ഓഫ് കൊമേഴ്സ് ചെയർമാൻ സി അനിൽകുമാർ പറഞ്ഞു. ഈ അടുത്ത കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, നമ്മളെ കുട്ടികളൊക്കെ പലരും അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ തേടിക്കൊണ്ടാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കോളേജ് ഓഫ് കോമേഴ്സ് ഇപ്പോൾ ഒരു 10-ലധികം തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കൂടാതെയാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് കോളേജ് ഓഫ് കോമേഴ്സിൻ്റെ തന്നെ മറ്റൊരു പാരലൽ വിങ് ആയിക്കൊണ്ട് കോളേജ് ഓഫ് കോമേഴ്സ് ലാംഗ്വേജ് അക്കാദമി ആരംഭിച്ചിട്ടുള്ളത്. അവിടെ മിസ്റ്റർ തോമസും മിസ്റ്റർ സന്തോഷുമാണ് ഈ ലാംഗ്വേജ് അക്കാദമിക്ക് നേതൃത്വം കൊടുക്കുന്നത്. അവിടെ പ്രധാനമായും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 2 ഭാഷകളാണ്. ജപ്പാൻ ഭാഷയും അതുപോലെ തന്നെ ജർമ്മൻ ഭാഷയുമാണ് പ്രധാനമായും പഠിപ്പിക്കുന്നത്. മറ്റിതര ഭാഷകൾ കൂടി അവിടെ ആവശ്യമെങ്കിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് ഫ്രഞ്ചും ഇംഗ്ലീഷും ഉൾപ്പെടെയുള്ള ഭാഷകൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഭാഷാ നൈപുണ്യം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കുക, അതുവഴി അവർക്ക് തൊഴിൽ നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. ഭാഷാ പ്രാവീണ്യം നേടിയാൽ ജപ്പാനിൽ ലക്ഷം മുതൽ മുകളിലോട്ട് ശമ്പളം ലഭിക്കുന്ന അവസരങ്ങളുണ്ട്. +2 പാസ്സായ പെൺകുട്ടികൾക്ക് നഴ്സിംഗ് കെയർ ജപ്പാനിൽ സൗജന്യമായി പഠിക്കാനും ജോലി ലഭിക്കാനും അവസരങ്ങളുണ്ട്. പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ജപ്പാനിൽ പോയി അവിടെ നഴ്സിംഗ് കെയർ പഠിച്ച് അവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന സൗജന്യമായി അവർ കുട്ടികളെ ജപ്പാനിൽ നഴ്സിംഗ് കെയർ പഠിപ്പിക്കും. അവിടെ പഠിപ്പിക്കുകയും അവർക്ക് ആ പഠിപ്പിക്കുന്ന സമയത്ത് ശമ്പളത്തോടു കൂടി ഉള്ള ഒരു എക്സ്ട്രാ വർക്ക് ചെയ്യാനുള്ള അവസരം കൊടുത്തുകൊണ്ട് അവർക്കത് അവിടുത്തെ താമസവും ഭക്ഷണവും മീറ്റ് ചെയ്യാൻ കഴിയും. പിന്നീട് അവർക്ക് അവിടെ 5 വർഷക്കാലത്തോളം ജോലി ചെയ്യാൻ കഴിയുന്ന 8 വർഷത്തെ വിസയും കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇവർ വന്നിരിക്കുന്നത്, ജപ്പാനിൽ വന്നിരിക്കുന്നത്. ജപ്പാൻ പ്രതിനിധികളായ നബൂറ ഇനോവ, ഇക്കോവ ഇമാസെ, കൊയിച്ചി ഈറ്റോ, ചഞ്ചൽ എന്നിവരും ഭാഷാ പ്രാവീണ്യം നേടിയാലുള്ള അവസരങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. Agriculture, construction, so but for that they required at least N4 level Japanese and 10+2 qualification and having NSDC skill certificate. So in that case you can work in Japan. വിദേശ രാജ്യങ്ങളിലെ തൊഴിൽ അവസരങ്ങൾ മനസ്സിലാക്കിയാണ് കോളേജ് ഓഫ് കൊമേഴ്സിൽ ലാംഗ്വേജ് അക്കാദമിയും ആരംഭിച്ചത്. ജപ്പാൻ ഭാഷാ പഠനത്തിന് കുടുംബശ്രീ മുഖേന ചേരുന്ന ഒരു പഞ്ചായത്തിലെ 5 പെൺകുട്ടികൾക്ക് ഫീസിൽ 50% ഇളവും മറ്റു കുട്ടികൾക്ക് 25% ഇളവും ലഭിക്കുമെന്നും ചെയർമാൻ സി അനിൽകുമാർ അറിയിച്ചു. കേന്ദ്ര സർക്കാർ ഏജൻസിയായ NSDC സെൻഡിംഗ് ഓർഗനൈസേഷനാണ് ഭാഷാ പഠനത്തിന് ശേഷം ജപ്പാനിലേക്ക് പോകുന്നതിനുള്ള ഇന്റർവ്യൂ ഒരുക്കുന്നത്. ചതിക്കപ്പെടാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ കൂടിയാണ് ഇത്. പ്രോസസ്സിംഗ് ഫീസും NDSC മുഖേനയാണ് അടയ്ക്കേണ്ടത്. ഭാഷാ പഠനം എന്ന ആദ്യ കടമ്പ കടന്നാൽ വലിയ സാധ്യതകളാണ് ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിൽ ഉള്ളതെന്ന് ലാംഗ്വേജ് അക്കാദമി MD KM തോമസും പറഞ്ഞു. ഡയറക്ടർ TJ സന്തോഷ്, മാനേജർ AP അൻവർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.